5 നേരം നിസ്കരിക്കുന്നതുമാണ് എനിക്കെതിരായിട്ടുള്ള ആരോപണമെന്ന കള്ളപ്രചരണമാണ് ഇന്നലെ അദ്ദേഹം ഒരു തുരുപ്പ് ഷീട്ട് എന്നുള്ള നിലയിൽ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഇടക്കിടക്കിങ്ങനെ കാച്ചിവിട്ടത്. മലപ്പുറം ജില്ലാ സെക്രട്ടറി കാക്കി ഉടുപ്പുള്ള RSSകാരനാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ജില്ലാ സെക്രട്ടറിയുടെ അച്ഛൻ സർക്കസിലെ കോമാളിയാണ്, ആ കോമാളിയുടെ മകനാണ് ജില്ലാ സെക്രട്ടറി എന്ന് വരെ പറഞ്ഞു. ഇത് ഒരു നെഹ്റു താമസിച്ച ഒരു വീട്ടിലെ പാരമ്പര്യമുള്ള ഒരു പിതാവിൻ്റെ മകന് യോജിച്ചതാണോ ഈ പ്രയോഗങ്ങൾ? അത് അദ്ദേഹം പരിശോധിക്കേണ്ടതാണ്. ഞങ്ങളെ നഖശികാന്തം എതിർക്കുന്നതാണല്ലോ ചില സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടതാണ് ജയശങ്കർ. എല്ലാ ദിവസവും മുഖ്യമന്ത്രിക്കെതിരായിട്ട് പറയുന്നതാണ്. ആ ജയശങ്കറുടെ തലയിൽ മലം കലർത്തിയ വെള്ളമൊഴിക്കുമെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നുള്ളതറിയില്ല. ഇപ്പം അവസാനം പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ കള്ളനാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു, അതുകൊണ്ടാണ് ഞാൻ പ്രകോപിതനായത് എന്നാണ്. എന്താണ് യഥാർത്ഥത്തിലുള്ള വസ്തുത? അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെ സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം നടക്കുകയാണ്. ഒന്ന് DGPയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, മറ്റൊന്ന് വിജിലൻസ് DGPയുടെ നേതൃത്വത്തിലുള്ള ടീം. ഈ 2 ടീമുകളും 4 കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് അന്വേഷിക്കുകയാണ്. ഒരന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് വരും. അതുവരെ അദ്ദേഹത്തിന് കാത്തിരിക്കാമല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രശ്നം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളിൽ സമഗ്രമായ അന്വേഷണമല്ല എന്നുള്ളതാണ്. അദ്ദേഹം 4 കാര്യങ്ങൾ ഉയർത്തിയതിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റോ മുഖ്യമന്ത്രിയോ പിന്തിരിഞ്ഞു നിന്നിട്ടുണ്ടോ? ADGP RSSുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടിക്കാഴ്ച, അതുപോലെ തന്നെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, ADGP കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വീട് വെക്കുന്ന കാര്യം, സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, ഈ 4 കാര്യങ്ങളും അദ്ദേഹം എഴുതി കൊടുത്ത കാര്യങ്ങളാണ്. ആ എഴുതി കൊടുത്ത കാര്യങ്ങളിൽ സമഗ്രമായിട്ടൊരു അന്വേഷണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വെക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബ്യൂറോക്രാറ്റുകളെ വെച്ചുകൊണ്ടാണ് അന്വേഷിപ്പിക്കുന്നത്. എന്തേ ഒരാഴ്ച കൂടി അദ്ദേഹത്തിന് കാത്തു നിന്നാൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടം? ഏത് കാര്യത്തിലാണ് അദ്ദേഹത്തെ കേരള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അപമാനിച്ചിട്ടുള്ളത്? അപ്പം ഇതിൻ്റെ പിന്നിൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണ് ഒരു ഗൂഢാലോചനയുണ്ട്. ഇപ്പം മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 43% വോട്ടാണ് LDFന്. അത് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നുള്ള ഒരു വലിയ തള്ളിച്ച LDFനും പ്രത്യേകിച്ച് CPMനും ഉണ്ടായി. അതിനുള്ളൊരു പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ ഇടപെടലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് മതന്യൂനപക്ഷങ്ങളിൽ ഇല്ലാതാക്കാൻ, മതന്യൂനപക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ, അദ്ദേഹം RSSൻ്റെ ചാരനാണ് എന്ന പ്രചരണം 8 കൊല്ലം മുമ്പേ തുടങ്ങിയതാണ്. മതന്യൂനപക്ഷങ്ങളിൽ അദ്ദേഹത്തിനുള്ള അംഗീകാരം എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാക്കിയതല്ല. ജീവൻ പണയപ്പെടുത്തിയും സന്നിഗ്ധഘട്ടത്തിൽ ആ വിഭാഗത്തോടൊപ്പം നിന്നൊരാളാണ്. തലശ്ശേരി ലഹള നടക്കുമ്പോൾ ഇവരെ ആരെയും കണ്ടിട്ടില്ലല്ലോ. പല പ്രധാനപ്പെട്ട നേതാക്കളും മാഹിപ്പാലം വരെയല്ലേ വന്നിട്ടുള്ളൂ, തിരിച്ചു പോവല്ലേ ചെയ്തത്. അന്ന് വസൂരി പിടിച്ച് കിടപ്പിലാണ്, പൊളിച്ചിട്ടില്ല പിണറായി. ആ സമയത്താണ് റെഡ് വളണ്ടിയർമാരെ ഓപ്പൺ ലോറിയിൽ കയറ്റി ഈ കലാപബാധിത പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം സഞ്ചരിച്ചത്. മാറാട് കലാപം 1ഉം 2ഉം മാറാട് കലാപം കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണിക്കോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്കോ അങ്ങോട്ടേക്ക് കടക്കാനേ കഴിഞ്ഞിരുന്നില്ല, പിണറായി പോയി. അപ്പോൾ മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള ഒരു ഇമേജ് തകർക്കുക, അതുവഴി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറക്ക് കോട്ടം സംഭവിപ്പിക്കുക, ഇത് UDFൻ്റെ ഒരു അജണ്ടയാണ്. ആ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി കുറേ പണികൾ കഴിഞ്ഞ 8 വർഷമായി നടത്തുകയാണ്. അതിൻ്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണിത്. ഇതുകൊണ്ടൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ CPIMനെയോ
അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായിയെയോ തകർക്കാൻ കഴിയില്ല. അത് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയും. ഇപ്പം അദ്ദേഹം ഉപയോഗിക്കുന്ന ഈ തുരുപ്പ് ഷീട്ട്, ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്, ഇത് അവസാനം അയാൾ ഉപയോഗിക്കുന്നു. ഇന്നലെ പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് ഗവൺമെൻറ് ചെയ്യാത്ത ഏതെങ്കിലും കാര്യം എന്താ ഉള്ളത്? ആകെ ഗവൺമെൻറ്റിനെതിരായിട്ട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ആന ഇറങ്ങുന്നു, കാട്ടുപന്നി ഇറങ്ങുന്നു, അതൊന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതിനേക്കാൾ അപ്പുറം എന്താ ഗവൺമെൻറ്റിനെതിരായിട്ട് പറഞ്ഞിട്ടുള്ളത്? പിന്നെ വായി തോന്നിയ കുറേ കാര്യങ്ങൾ പറയുന്നു. അതൊരിക്കലും അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. നല്ല പ്രോത്സാഹനമാണ് അദ്ദേഹത്തിന് പാർട്ടി നൽകിയത്. അദ്ദേഹത്തെ നല്ല രൂപത്തിൽ സ്വീകരിച്ചു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മാന്യമായിട്ടുള്ള സമീപനവും കാട്ടി. നിയമസഭയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രകടനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബാധ്യതയാണ്, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ദൗത്യമാണത്. അത് അദ്ദേഹം ആ ചുമതല ഏറ്റെടുത്തു എന്നുള്ളതിൽ ഒരു പ്രത്യേക ഒരു അത്ഭുതവും ഇല്ല. അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് വന്ന ഈ രൂപത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന, ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു നല്ല വിഭാഗം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അൻവർ ഇപ്പം നടത്തുന്ന പ്രയോഗം. ഇത് ലേശം വഴിവിട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇന്നലെ അദ്ദേഹം ഉപയോഗിച്ച ചില പ്രയോഗങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് തീക്കൊണ്ട് തലചൊറിയാണ് അദ്ദേഹം. സാധാരണ നിലയിൽ ഈ രൂപത്തിലുള്ള പ്രയോഗം ഇന്നേ വരെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നിസ്കരിക്കുന്നതിന് ആരെങ്കിലും എതിരാണോ? അൻവറിൻ്റെ പേരിന് ആരെങ്കിലും എതിരാണോ? അപ്പം ഇതെന്തിനാ ഇപ്പോൾ കൂട്ടിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്? അതൊരു ദുഷ്ടലാക്കാണ്. അത് കേരളത്തിലെ സാമാന്യ ജനത തിരിച്ചറിയും. കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയുടെ മുമ്പിൽ ഈ ജൽപ്പനങ്ങൾ വില പോകില്ല.